അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഹജ്ജിന് പുറപ്പെടുവാൻ തീരുമാനമെടുത്തിട്ടുള്ള ആളുകളോട് ചില കാര്യങ്ങൾ ഉണർത്തുവാനാണ് ഈ ക്ലിപ്പിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി നമ്മുടെ നിയ്യത്ത് ശരിയാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആയിരിക്കണം ഹജ്ജിന് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഉണ്ടാവേണ്ടത്. ഈ ഹജ്ജ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാവണം. എൻ്റെ പാപങ്ങൾ ഇത് മുഖേന പുറത്തു കിട്ടണം. അള്ളാഹുവിന് വേണ്ടി മാത്രം മറ്റുള്ളവരുടെ പുകഴ്ത്തലുകളും പ്രശംസകളും ഒന്നും ആഗ്രഹിക്കാതെ അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ഹജ്ജിന് ഒരുങ്ങേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. നിങ്ങൾ ഹജ്ജും ഉംറയും അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിൻ്റെ പ്രീതി കരഗതമാക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പൂർത്തീകരിക്കുകയും എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പുറപ്പെട്ട വേളയിൽ അവിടുത്തെ വാഹനപ്പുറത്തിരുന്നു കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഹാദിഹി ഹജ്ജ ലാ റിയാഅ ഫീഹാ വലാ സുംഅ. അല്ലാഹുവേ, ഈ ഹജ്ജ് ലോകമാന്യവും മറ്റുള്ളവർക്കിടയിൽ കീർത്തി കേൾപ്പിക്കലും ഒന്നും ഇല്ലാത്ത ഒരു ഹജ്ജാക്കി നീ മാറ്റണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തുഗിയ ബിഹി വജ്ഹുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അമലും സ്വീകരിക്കുകയില്ല എങ്ങനെയുള്ളതല്ലാതെ അള്ളാഹുവിന് മാത്രം നിഷ്കളങ്കമായി കൊണ്ടുള്ളതല്ലാതെ. ആ അമൽ മുഖേന അവൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മമല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് ഹജ്ജിന് പുറപ്പെടുവാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകൾ അവരുടെ നിയ്യത്ത് വളരെ സംശുദ്ധമാക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.